നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ നടക്കാൻ പോകുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ്. ഇനി കളമൊരുങ്ങുന്നത് ഒരു വലിയ മത്സരത്തിനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. മുൻ MLA ശബരിനാഥ് അടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു മുഴ മുമ്പേ പോരാട്ട കാഹളം മുഴക്കിയ കോൺഗ്രസിന് പിന്നാലെ CPM-ഉം BJP-യും കോർപ്പറേഷനിൽ ചടുലമായ നീക്കങ്ങൾ നടത്തുകയാണ്. നിലവിലെ മേയറായ ആര്യ രാജേന്ദ്രൻ ഇത്തവണ കോർപ്പറേഷനിലേക്ക് മത്സരിച്ചിട്ടില്ല എന്നാണ് വിവരം. മേയർ സ്ഥാനത്തേക്ക് CPM ജില്ലാ കമ്മിറ്റി അംഗം ശിശുക്ഷേമ സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായ SP ദീപയ്ക്ക് മുൻ MP A സമ്പത്ത് എന്നിവരെയാണ് CPM പരിഗണിക്കുന്നത് എന്നാണ് വിവരം. ദീപക്കിനാണ് സാധ്യത കൂടുതലെന്നാണ് വിവരം. SFIയുടെയും DYFIയുടെയും നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ള ദീപക്കിനെ നഗരസഭാ പരിധിയിലുള്ള ആളുകളുമായി വളരെ അടുത്ത ബന്ധവുമുണ്ട്. ഇത് കണക്കിലെടുത്താണ് ദീപക്കിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത്. SI സുന്ദർ, RP ശിവജി, മുൻ മേയർ K ശ്രീകുമാർ, മഞ്ജൂർ ബാബു എന്നിവരും മത്സര രംഗത്തുണ്ടാകും. അതേസമയം മുതിർന്ന നേതാവ് VV രാജേഷ് അടക്കമുള്ളവരെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് BJP. നിലവിലെ കൗൺസിലർമാർ എല്ലാവരും മത്സരിക്കുമെന്നാണ് വിവരം. കഴിഞ്ഞ തവണ 52 സീറ്റ് നേടിയാണ് CPM നേതൃത്വത്തിൽ LDF കളം പിടിച്ചത്. 35 സീറ്റ് നേടി BJP നേതൃത്വത്തിലുള്ള NDA പ്രതിപക്ഷ സ്ഥാനത്തെത്തിയപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF വെറും 10 സീറ്റ് നേടി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഈ നാണക്കേട് മറികടക്കാനാണ് കോൺഗ്രസ് ശബരിനാഥ് അടക്കമുള്ള പ്രമുഖരെ രംഗത്തിറക്കിയിരിക്കുന്നത്. AICC നിർദ്ദേശപ്രകാരമാണ് ശബരി മത്സരിക്കുന്നത്. ശബരിയുടെ വീട് നിൽക്കുന്ന ശാസ്തമംഗലം വാർഡ് വനിതാ സംവരണമായതിനാൽ തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുക. K മുരളീധരന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസിന്റെ നഗരസഭയിലെ പ്രവർത്തനം. കോൺഗ്രസിന് സാധ്യതയുള്ള സീറ്റുകളിൽ ഘടകകക്ഷികൾ അവകാശവാദം ഉന്നയിച്ചാൽ അവരെ അനുനയിപ്പിക്കാനുള്ള ചുമതല മുൻ UDF കൺവീനറായ MM ഹസനാണ്. കഴക്കൂട്ടത്ത് MS അനിൽകുമാർ, കാട്ടായിക്കോണത്ത് A സുചിത്ര, ചെങ്കോട്ടുകോണത്ത് VS സരിത, നെട്ടയത്ത് ആശാ മുരളി, വട്ടിയൂർക്കാവിലെ സുധയകുമാർ, വഴുതക്കാട് നീതു വിജയൻ എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. KPCC പട്ടികയെ ചൊല്ലിയുള്ള തർക്കമെല്ലാം മാറ്റിവെച്ചാണ് കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിനായിട്ട് ഇത്തവണ നേരത്തെ ഇറങ്ങിയിരിക്കുന്നത്. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന് ആദ്യം കോൺഗ്രസ് തുടക്കമിട്ടത്. ഇത്തവണ KS ശബരിനാഥിനെ മുൻനിർത്തിയുള്ള മത്സരത്തിൽ കോൺഗ്രസ് വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പല രീതിയിലുള്ള പ്രതിസന്ധികളും കോൺഗ്രസ് നേരിട്ടിരുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള സ്ത്രീ ആരോപണങ്ങളും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പല പടലപ്പിണക്കങ്ങളും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ടായിരുന്നു. അത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു നാണക്കേട് വിളിച്ചു വരുത്തുന്ന സംഭവങ്ങളായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് അതിനെല്ലാം തന്നെ വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്ന് തന്നെ വേണം പറയാം. ഇനി കൃത്യമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ലക്ഷ്യം. അതിനുവേണ്ടി നേരത്തെ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നേരത്തെ തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങിയുള്ള പ്രവർത്തനം സജ്ജമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പട്ടിക ആദ്യം തന്നെ കോൺഗ്രസ് പുറപ്പെടുവിച്ചത്. ഇത്തവണ സീറ്റ് അംഗസംഖ്യ ഉയർത്തുമെന്ന് തന്നെയാണ്, അത് ലക്ഷ്യമിട്ട് തന്നെയാണ് കോൺഗ്രസ് കാലേക്കുട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിന് ഇറങ്ങുന്നത്. പട്ടികയിൽ പുതുമുഖങ്ങളെയും യുവനിരയെയും അണിനിരത്തി CPM-നെയും BJP-യെയും കൊമ്പ് കുത്തിക്കാനാണ് ശ്രമം. 48 പേരടങ്ങുന്ന ആദ്യഘട്ട പട്ടികയിലും 27 വനിതകളുണ്ട്. അതിൽ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ശബരിനാഥാണുള്ളത്. ഇനിയും മറ്റുള്ള പല മേഖലകളിലും പറഞ്ഞിട്ടുള്ള പല വാർഡുകളിലും പറഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. BJP-ക്ക് ശക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷനിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെ ജനകീയരും മുതിർന്ന നേതാക്കളും മത്സരിക്കണമെന്ന AICC നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നീക്കം. സീറ്റ് വിഭജന ചർച്ചകൾക്ക് ശേഷം ബാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. BJP CPM പോരാട്ടമായി ചുരുങ്ങാതിരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ്. K മുരളീധരനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല. മുരളീധരൻ നയിക്കുന്ന വാഹന പ്രചാരണ ജാഥ ഇന്ന് ആരംഭിക്കും. മുൻ MLA കൂടിയായ ശബരിനാഥിനെ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലിലൂടെ യുവാക്കളുടെ പിന്തുണ നേടാനായിട്ടുണ്ട്. ഇത് വോട്ടാക്കി മാറ്റുക എന്നാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ LDF വിശിഷ്യ CPM നടത്തിയ പരീക്ഷണം ആവർത്തിക്കുക കൂടിയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. VK പ്രശാന്ത്, ആര്യ രാജേന്ദ്രൻ തുടങ്ങിയ ചെറുപ്പക്കാരെ വെച്ചാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി CPM നഗരസഭ പിടിച്ചെടുത്ത് ഭരണം നടത്തുന്നത്.
അതിനാൽ തന്നെ പുതിയ മുഖങ്ങളെയും സ്വീകാര്യരായ നേതാക്കളെയും വെച്ച് വോട്ടുറപ്പിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ തന്ത്രം. യുവാക്കൾക്കും വനിതകൾക്കും പരമാവധി സീറ്റ് കോൺഗ്രസ് വീതിച്ചു നൽകും. മണ്ഡലം പ്രസിഡന്റുമാരടക്കമുള്ള പരിചയസമ്പന്നരെയും പരിഗണിക്കും. വീണ എസ് നായർ, എം എസ് അനിൽകുമാർ, ജി വി ഹരി എന്നിവർ മത്സരരംഗത്തുണ്ടായേക്കും. തർക്കമില്ലാത്ത 50ഓളം വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമായിട്ടുണ്ട്. ആ ഘട്ടമാണ് ആദ്യമായിട്ട് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. കൃത്യമായിട്ട് സ്ഥാനാർത്ഥികളെ, ഏറ്റവും ജനകീയരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് തെരഞ്ഞെടുത്തത്. ഇതിൽ ശബരിനാഥ് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള കാർത്തികേയന്റെ നിര്യാണത്തെ തുടർന്നാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. 2015 ഉപതെരഞ്ഞെടുപ്പിൽ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ എം വിജയകുമാറിനെ 10,128 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി. 2016 വിജയം ആവർത്തിച്ചു. എന്നാൽ 2021 പരാജയപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന അദ്ദേഹം ഇക്കഴിഞ്ഞ KPCC പുനഃസംഘടനയിലും ജനറൽ സെക്രട്ടറിയായി. കൃത്യമായിട്ട് കുറച്ചു കാലമായിട്ട് ശബരിനാഥ് പല വേദികളിലും അദ്ദേഹത്തെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ശബരിനാഥ് തദ്ദേശ തെരഞ്ഞെടുപ്പിനായിട്ട് ഒരുങ്ങുന്നതും അത് കൃത്യമായിട്ട് മേയർ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള നീക്കം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം തന്നെയാണ് ശബരിനാഥിനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ കൂടി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റുള്ള പാർട്ടികളേക്കാൾ വളരെ വേഗത്തിലും അതിലുപരി ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ടാണ് ഇത്തവണ കളം പിടിക്കാനായിട്ട് കോൺഗ്രസ് കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും ശബരിനാഥിനെ ഇറക്കിയാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്നാണ് നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ: VD സതീശൻ തന്നെ മത്സരിച്ചാലും LDF മികച്ച വിജയം നേടും. കഴിഞ്ഞ വർഷത്തേക്കാൾ ദയനീയ പ്രകടനമാകും UDFന്റേത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് BJP ധാരണയാണ്. ആ ധൈര്യത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്നും ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ UDF പിടിക്കുമെന്നും ഇന്നു മുതൽ പ്രചാരണ ജാഥകൾ ആരംഭിക്കുമെന്നും പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് കെ മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു. സീറ്റുകളുടെ എണ്ണം 10ൽ നിന്ന് 51 എത്തുക എന്നതാണ് ലക്ഷ്യമെന്നും കെ മുരളീധരൻ പറഞ്ഞു. UDF അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും DCC അധ്യക്ഷൻ N ശക്തനും പ്രതികരിച്ചു. നവംബർ 12 വരെയായിരിക്കും വാഹന പ്രചാരണ ജാഥയെന്നും N ശക്തൻ പറഞ്ഞു. കൃത്യമായിട്ട് ആദ്യഘട്ട നടപടികൾ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പ്രചാരണം, ഗ്രൗണ്ടിൽ ഇറങ്ങിയുള്ള പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും അത് കൂടുതൽ സജീവമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇറങ്ങുന്നത്.